കേരളം ഞെട്ടുന്ന വി.ഡി. സതീശൻ ഇടാൻ പോകുന്ന ആ ഒരു ബോംബ്. മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് എന്തെന്നുള്ള ചർച്ചയിലാണിപ്പോൾ. എന്തായാലും ആ ബോംബ് നിസ്സാരമൊന്നുമല്ല. കാരണം സതീശൻ്റെ സംസാരത്തിലും ആ ഒരു ശരീരഭാഷയിലും അത് നിസ്സാരമല്ല എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. സതീശൻ കൊളുത്താൻ പോകുന്ന ആ ഒരു തീ CPM-ഉം BJP-യും പ്രതിക്കൂട്ടിലാകുമോ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് എപ്പോഴാണ് ഈ ബോംബ് പൊട്ടിക്കുന്നതെന്ന ചോദ്യവും രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായി നടന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ശരിയായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്നും അത് ചെയ്യാത്തവർ സൂക്ഷിച്ചോളൂ എന്നുമുള്ള മുന്നറിയിപ്പായിരുന്നു വി.ഡി. സതീശൻ്റേത്. ഇനിയും ചിലതെല്ലാം പുറത്തു വന്നേക്കാമെന്ന സന്ദേശം കൂടി അത് നൽകുകയായിരുന്നു. എന്നാൽ ഒരു പേടിയുമില്ലെന്ന മറുപടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ ചർച്ചകൾ പല തലത്തിലെത്തുകയായിരുന്നു. IAS-കാരിയോട് മോശമായി പെരുമാറിയ മന്ത്രി അടക്കം ഇപ്പോൾ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ സന്ദീപ് വാര്യർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി എടുക്കുമോ എന്ന് ചോദിച്ചതോടെ BJP-ക്കുള്ളിലും കൊണ്ടുപിടിച്ച ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. വി.ഡി. സതീശന്റെ ആദ്യ ബോംബ് BJP കോർ കമ്മിറ്റി അംഗം C. കൃഷ്ണകുമാറിനെതിരെ എന്നാണ് ഒരു സൂചന വന്നിരിക്കുന്നത്. കൃഷ്ണകുമാറിനെതിരായ പരാതി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിട്ടുണ്ടത്രേ. ഇര നേരിട്ടാണ് ഇമെയിൽ അയച്ചത്. ആ പരാതി കിട്ടി ബോധിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസ് ഇരയെ അറിയിക്കുകയും ചെയ്തിരുന്നു. പാലക്കാട്ടെ ഒരു യുവതിയാണ് പരാതിക്കാരി എന്നാണ് സൂചന. ഈ പരാതി മുമ്പ് RSS നേതാവിന് ഇര നൽകിയിരുന്നു അത്രേ. എന്നാൽ അന്ന് അത് നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പരാതിയാണ് വീണ്ടും BJP അധ്യക്ഷന് മുന്നിലെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിനെ വെറും ഒരു കുടുംബ പ്രശ്നമായി മാറ്റാൻ BJP നേതൃത്വം ശ്രമിക്കുന്നു എന്നാണ് പൊതുവെ സംസാരം. എന്നാൽ അതത്ര നിസ്സാരമുള്ള കുടുംബ പ്രശ്നങ്ങളല്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പീഡന പരാതികൾ എന്ന തലത്തിലാണ് സൂചനകളൊക്കെ വരുന്നത്. ഇരയുടെ പരാതി BJP അധ്യക്ഷന് കിട്ടിയെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചിട്ടുണ്ട്. അതിനിടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ അണിയറ നീക്കവും സജീവമാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശ്രീ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ ആദ്യ ബോംബ് കൃഷ്ണകുമാറിന് തന്നെ ഇട്ട് പൊട്ടിക്കാമെന്നായിരിക്കാം കോൺഗ്രസ് തീരുമാനം. ആ ആരോപണത്തിൽ പോലീസിന് മുന്നിൽ പരാതി എത്താനും എന്നാൽ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ പോകും. പാലക്കാട്ടെ BJP-യെ നിയന്ത്രിക്കുന്നത് കൃഷ്ണകുമാർ ആയിരുന്നു. ഏറെ എതിർപ്പുണ്ടായിട്ടും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി. പക്ഷേ എന്നാൽ അന്ന് ജയിക്കാനായില്ല. ഇതോടെ പ്രഭാവത്തിന് ഒരു കുറവുണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല, കൃഷ്ണകുമാറിന്റെ ഭാര്യ വേടനെതിരെ നൽകിയ പരാതിയും ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ചർച്ചകളും ഇപ്പോൾ പുറത്തു വരുന്നത്. BJP-യുടെ ഭാരവാഹിത്വത്തിൽ നിന്നും കൃഷ്ണകുമാറിനെ അന്ന് മാറ്റിയിരുന്നു. എന്നാൽ കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖർ പരിഗണന നൽകുകയും ചെയ്തു. ഇതോടെ സംസ്ഥാന BJP-യിലെ പ്രധാനിയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട RSS-ഉം കൃഷ്ണകുമാറുമായി അന്ന് അകലത്തിലായി. അതിന്റെ പ്രതിഫലനമായിരുന്നു തോൽവി എന്ന വിലയിരുത്തലും ഉണ്ട്. V. മുരളീധരന്റെയും K. സുരേന്ദ്രന്റെയൊക്കെ വിശ്വസ്ത ഗണത്തിൽപ്പെട്ട നേതാവ് തന്നെയാണ് കൃഷ്ണകുമാർ. ഭാര്യയും പാലക്കാട്ടെ BJP നേതാവും ഒരു കൗൺസിലറുമാണ്. ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ ബോംബ് എന്താണെന്ന് കണ്ടെത്താൻ BJP ഏതായാലും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട്ടെ വിഷയമാണെങ്കിൽ ആ യുവ നേതാവിനെതിരെയുള്ള നനഞ്ഞ പടക്കമാണ് അതെന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. CPM-കാർ അധികം കളിക്കരുത്, ഞെട്ടിപ്പോകും എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മറ്റൊരു മുന്നറിയിപ്പ്. ഒരു വനിതാ നേതാവ് പാർട്ടിക്ക് നൽകിയ പരാതിയെക്കുറിച്ച് രഹസ്യമായി ലഭിച്ച വിവരം പങ്കുവെക്കുകയാണ് സതീശൻ ചെയ്തതെന്ന് കരുതുന്നവരുമുണ്ട്. അതായത് BJP-യിലെ കുടുംബ പ്രശ്നത്തിന് സമാനമാണ് CPM-ലേതും എന്ന സൂചനകളും കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്നുണ്ട്. IAS-കാരിയുമായുള്ള ബന്ധപ്പെട്ട പ്രചരണങ്ങളൊന്നും ശരിയല്ലെന്നാണ് CPM പറയുന്നത്. ഏതായാലും ഭരണ പ്രതിപക്ഷ BJP ഏറ്റുമുട്ടൽ അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുമെന്നത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ വരുന്ന പല വെല്ലുവിളികളും. CPM സെക്രട്ടറി M.V. ഗോവിന്ദന്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. സതീശന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നാണ് CPM-ന്റെ നിലപാട്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ എന്ത് വി.ഡി. സതീശൻ പറഞ്ഞാലും അത് നേരിടും എന്നുള്ള വിലയിരുത്തലാണ്. CPM-ന്റെ സൈബർ സേനയും സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് ബോംബ് ഇടുന്നില്ലെന്ന ചോദ്യം സതീശനോട് നിരന്തരം സൈബർ സഖാക്കൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊരു വെറും നുണബോംബ് മാത്രമാണെന്ന് വരുത്താനും ഇത്തരത്തിൽ സൈബർ സഖാക്കൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. നിരന്തര ആരോപണം പുറത്തു പറയാൻ വി.ഡി. സതീശനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്.
കോൺഗ്രസിനുള്ളിൽ സതീശന് പിടി കൈവിട്ടു എന്നാണ് CPM പറയുന്നത്. മുസ്ലിം ലീഗും സതീശനെ പിന്തുണയ്ക്കുന്നില്ല അത്രേ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് നേതാവ് താൻ എന്ന് വരുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് CPMന്റെ വിശദീകരണം. അങ്ങനെ ബോംബിനെ നേരിടാനാണ് CPM തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ സതീശന്റെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാനും നീക്കം വളരെയധികം സജീവമാണ്. രാഹുലിനെതിരെ നടപടി കൈക്കൊണ്ട ശേഷവും പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിൽ CPMഉം BJPയും നടത്തിയ പ്രതിഷേധം കോൺഗ്രസിനെ വല്ലാണ്ട് പ്രകോപിപ്പിച്ചിട്ടുണ്ട്. LDF മന്ത്രിസഭയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ആരോപണ വിധേയർ ഉണ്ടായിരിക്കെ കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ എന്ത് ധാർമ്മികതയാണ് CPMന് ഉള്ളതെന്ന ചോദ്യം KPCC നേതൃയോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. പാർട്ടിക്കകത്തെ ഈ വികാരമാണ് സതീശന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നതെങ്കിലും അതിലൂടെ അദ്ദേഹം ഒരു വൻ സസ്പെൻസും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഞെട്ടിക്കുന്ന വാർത്ത വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഈ പ്രസ്താവനയെ വെറും പുകമറയായി നമുക്ക് കാണാനും കഴിയില്ല.